നീ എന്തൊക്കെയാ പറയുന്നേ? അവൾ അങ്ങനെ പറഞ്ഞു. എടാ എന്താ പ്രശ്നമുണ്ട്? വേണ്ടടാ വെറുതെ. അറിയാലോ നിന്റെ അച്ഛൻ പറഞ്ഞ ആദ്യ പ്രശ്നമാവും. അച്ഛനിപ്പോ നാട്ടിലില്ലാത്തത് നിനക്ക് നന്നായി, പക്ഷെ എപ്പോഴെങ്കിലും അറിയും. അപ്പൊ എടാ ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞതല്ലേ, അച്ഛനെ ഞാൻ എതിർക്കാൻ പോവാണ്. അവളെ ഞാൻ സ്നേഹിച്ചു, ഇനി അവളെ കൈവിടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലടാ. കൂടാതെ അവളെല്ലാം പറയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ഞാൻ കണ്ട ആ വിഷം എനിക്കറിയില്ല. അവൾ എന്തൊക്കെ നേരിടുന്നുണ്ട്, അവൾക്ക് എന്തൊക്കെ പറയാനുണ്ട്. അവൾ എന്തോ പേടിച്ചിട്ടാ എല്ലാം ചെയ്യുന്നത്. എനിക്ക് എന്താണെന്നറിയണം. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവാടാ. എടാ ആനന്ദ്, എന്നാലും ഒന്നുകൂടെ ആലോചിക്കുക. എനിക്ക് പേടിയാവുന്നു നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ. അവൾ എങ്ങനെ എത്ര പെട്ടെന്ന് ഇല്ലല്ലോ. എടാ അവള് ഇതുവരെ നിന്നോട് നിന്നെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് വന്ന് നിന്നെ ഇഷ്ടമാണെന്ന് കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞ എന്താടാ? എടാ അശോകെ, എനിക്കതൊന്നും അറിയത്തില്ല. എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്കത് മതി. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ റെഡിയാ. എനിക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. എടാ നീ എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. എടാ ഞാൻ എന്തിനും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, നീ പേടിക്കാതിരിക്കും. താങ്ക്സ് എടാ. നീ നാളെ ഉണ്ടാവില്ലേ? ഞാൻ ഉണ്ടാവും. സാക്ഷികൾ ആരെങ്കിലും വേണ്ടേ? ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കേടാ, ശരി എന്നാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എല്ലാവരും കുഴപ്പമില്ലാണ്ട് നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത പോലെ പിറ്റേ ദിവസം സുമിത്രയും കൂട്ടി ഏട്ടൻ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി. അന്ന് കൂടെ ഞാനും അശോകും ഉണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു സാക്ഷികളായി നിന്നത്. ഏട്ടന് സുമിത്രയുമായുള്ള ബന്ധം അച്ഛൻ അറിയില്ലായിരുന്നു. അച്ഛൻ അന്ന് വരെ അറിഞ്ഞതേയില്ല. എന്നാ അന്ന് സുമിത്ര താൻ സൈൻ ചെയ്യും. നീ ഇപ്പോ എന്റെ ഭാര്യ. ആനന്ദ്, ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ? നീ ഇവളെ അച്ഛൻ്റെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. എടാ അത് പ്രശ്നമായില്ലേ? പ്രശ്നമാവുമായിരിക്കും, പക്ഷെ എനിക്കിനി ഇവിടെ കൈവിടാൻ പറ്റില്ലല്ലോ. സുമിത്ര, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്റെ കൂടെ വീട്ടിലോട്ട് വരാൻ? ആനന്ദ്, തന്റെ വീട്ടിൽ പ്രശ്നമാവും. പ്രശ്നമാവും, ബട്ട് ഞാൻ സോൾവ് ചെയ്യാം. ആനന്ദ്, എനിക്ക് പേടിയാവും. ഡോണ്ട് വറി, ഞാനില്ലേ നിന്റെ കൂടെ. എടാ ആനന്ദേ, ഞാനും വരണോ? വേണ്ട, ഞാൻ നേരിടാം. എന്തെങ്കിലും പ്രശ്നമുണ്ടേ ഞാൻ വിളിക്കാം. നീ ഇത്രയും കൂട്ടി വീട്ടിലോട്ട് പോക്കോ. ശരിടാ, വീട്ടിലെത്തിയാ വിളിക്കണം. ഓക്കേടാ. അവർ രജിസ്റ്റർ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയതും പെട്ടെന്ന് ആരൊക്കെയോ വന്ന് സുമിത്രയെ തട്ടിക്കൊണ്ടുപോയി. ആനന്ദിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. പിന്നെ അശോകിനെ വിളിച്ച് കാര്യങ്ങളും പറഞ്ഞു. ആരാ എന്താന്ന് അറിയാതെ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. എടാ അശോകെ, ആരാ അത്? അവളെന്തിനാ കൊണ്ടുപോയത്? എടാ വാ, നമുക്ക് പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം. എടാ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് തോന്നുന്നത് അവള് ഭയപ്പെട്ടത് ഇവരെയാന്ന്. എടാ പട്ടാപ്പകല് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എങ്ങനെയാ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? അതെ, ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവര് വലിയ ആൾക്കാരായിരിക്കും. അതാ ആരും ഒന്നും ചെയ്യാത്തത്. അവൾ എന്തായിരിക്കും എന്നോട് മറച്ചു വെച്ചത്? അവൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു. എടാ ആനന്ദേ, നിനക്ക് അവളുടെ അഡ്രസ്സ് വല്ലതും അറിയാവോ? അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ പോയി അന്വേഷിക്കാമല്ലോ. എടാ എനിക്കൊന്നും അറിയില്ല. അതിപ്പോ അറിയണമെങ്കിൽ കോളേജിൽ പോകണം. കോളേജ് രജിസ്റ്ററിൽ കാണുമല്ലോ. എടാ ഒന്ന് വാ. ശരി. ആനന്ദ്, അച്ഛൻ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പൊന്നുമോൻ കാട്ടിക്കൂട്ടുന്നതൊന്നും എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. എന്താണ് ഞാൻ കേട്ടത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. സത്യാണെന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നിന്നെ ഇവിടെ കണ്ടപ്പോ അത് സത്യാന്ന് ബോധിച്ചു. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? ഇപ്പൊ പൊന്നുമോൻ വണ്ടിയിൽ കയറ്. ബാക്കി ഞാൻ അവിടെ ചെന്ന് പറയാം. അശു, നീ വീട്ടിലോട്ട് പോക്കോ. എന്തേലും ഉണ്ടേ ഞാൻ വിളിക്കാം. എടാ എന്തേലും പ്രശ്നമായ ഉറപ്പായും വിളിക്കണേ. ശരി, നീ പോ. എന്താടാ നിനക്ക് ഇങ്ങനെ ഒരു അച്ഛനുള്ള കാര്യം നീ മാറുന്നു? എടി, ഇതൊക്കെ നീയും കൂടി അറിഞ്ഞിട്ട് തന്നെയാണോ?
ആരേടാ നീ കെട്ടാൻ പോയത്? ഏതവളെയാന്ന്? ഊരും പേരും അറിയാത്ത ഒരുത്തിയെ കെട്ടാൻ പോയിരിക്കുന്നു. നീയൊക്കെ എന്താടാ, ഇത്രയും കാലം ഞാനല്ലേ നിന്നെ തീറ്റിപ്പോറ്റിയത്? ഇനിയും പറ്റില്ലെന്നാ? അവൻ ഞാൻ പറയുന്നത് കേൾക്കാതെ അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പോയിരിക്കുന്നു. അച്ഛാ ഒന്ന് നിർത്ത്. എനിക്ക് എനിക്ക് മതിയായി. നീ എന്റെ നേർക്ക് ശബ്ദം ഉയർത്താനായോ? ആ ആയി, എനിക്ക് മതിയായി. എനിക്കിത് സഹിക്കാൻ പറ്റുന്നതിലധികം എനിക്കിനി കേൾക്കണ്ട ഒന്നും. ഞാൻ ഇനി നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ പോകുന്നില്ല. ഇത്രയും കാലം എന്നെ ഹിംസിച്ചത് എന്നെ മതിയായി. ഇനിയും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. അവളെ എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ അവളെ കെട്ടാൻ പോയത് മാത്രമല്ല, അവളെ കെട്ടുകയും ചെയ്തു. നാണുണ്ടോ നിനക്ക്? സ്വന്തം അച്ഛനോട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഇന്നേ വരെ ഞാൻ എന്റെ അഭിമാനം വിട്ട് കളിച്ചിട്ടില്ല, ഇനിയും അത് വിട്ട് ഒരു കളിയുമില്ല. പക്ഷെ ഇനി നിന്റെ ഉദ്ദേശം എന്റെ അഭിമാനം എങ്ങാനും തകർക്കാനാണെങ്കിൽ നടക്കില്ല. ഇതൊക്കെ ഞാൻ എന്റെ 20-ാം വയസ്സിൽ കണ്ട കളികളാ. അതൊക്കെ ഇപ്പൊ എന്നോട് എടുക്കാൻ നിൽക്കണ്ട. കെട്ടിന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് അവളെവിടെ പോയി? അവളെ വിട്ടേച്ച് പോയി കാണും അല്ലേ? അച്ഛ നിർത്ത്. ഇനി ഒരക്ഷരം അവളെ കുറിച്ച് പറയരുത്. നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ടാ? ഒന്നും അറിയാണ്ട് എന്തേലും പറയാന്നോ? ഇനി എന്തേലും പറഞ്ഞ ഞാൻ ഇവിടെ നിക്കത്തില്ല. ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി പോവും. വീട് വിട്ട് ഇറങ്ങിയ നിനക്ക് വല്ലതും കിട്ടുമെന്നാ? എവിടെ പോയി നിൽക്കും നീ? ഇവിടെ ആരും നിന്നെ സഹായിക്കാൻ നിക്കത്തില്ല. സ്വന്തം ഇഷ്ടപ്രകാരം പോയാ പിന്നെ ജീവിക്കാൻ വേറെ വഴി കണ്ടുപിടിക്കേണ്ടി വരും. ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ എത്ര കഷ്ടപ്പാടാന്ന് മോനോട് ഞാൻ പറഞ്ഞു തരണമെന്നില്ലല്ലോ. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതാ നിനക്ക് നല്ലത്. അതിനപ്പുറം ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയാണേ നിനക്ക് എന്റെ ബിസിനസ് എങ്കിലും നോക്കി നടത്താം. എനിക്ക് വേണ്ട നിങ്ങളുടെ ബിസിനസ്. എത്ര പറയണം? എനിക്ക് എന്റെ ഇഷ്ടം എന്ന് പറയുന്ന ഒന്നുണ്ട്. എനിക്ക് അത് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് വേണ്ട. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങും. ഞാനും നോക്കട്ടെ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോന്ന്. പോയി നോക്ക്, കാണാം നമുക്ക്. കാട്ടിത്തരാം. നിങ്ങളുടെ മുമ്പിൽ തന്നെ ജീവിച്ച് കാട്ടിത്തരാം. അതും പറഞ്ഞ് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അതിനുശേഷം ഞാൻ ഏട്ടനെ കണ്ടിട്ടില്ല. അശോകിനെയും മിത്രയെയും ആരെയും ഞാൻ കണ്ടിട്ടില്ല. അമ്മ, അതിനുശേഷം എന്താ സംഭവിച്ചേ? അന്ന് വീട് വിട്ട് ഇറങ്ങിയ ആനന്ദ് നേരെ വന്നത് അശോകിന്റെ വീട്ടിലായിരുന്നു. അശോകിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സുമിത്രയെ അന്വേഷിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടും അവന്റെ ആ സ്ഥിതിയിൽ വേറെ ആരും സഹായിക്കാനില്ലാത്തതുകൊണ്ടും അശോകും അവന്റെ കൂടെ ഇറങ്ങി. അശോകിനെ ഒറ്റയ്ക്ക് വിടാൻ എനിക്കും തോന്നിയില്ല. ഞാനും അവരുടെ കൂടെ തന്നെ ഇറങ്ങി. ഞങ്ങള് ഒരുപാട് അന്വേഷിച്ചു സുമിത്രയെ കുറിച്ച്. കോളേജിൽ നിന്ന് അഡ്രസ്സ് എടുത്ത് അവളുടെ നാട്ടിലോട്ട് പോയി. അപ്പോഴാണ് അറിയുന്നത് സുമിത്ര അവിടെ നിന്ന് ഒളിച്ചോടി വന്നതാന്ന്. അവളുടെ അച്ഛനൊരു കർഷകനായിരുന്നു. അവിടുത്തെ വലിയൊരു പ്രമാണിയുടെ പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് അവളുടെ അച്ഛൻ കൃഷി ചെയ്തിരുന്നത്. ഭൂമിയുടെ നികുതി അടയ്ക്കാൻ പറ്റാണ്ട് ഒരു ദിവസം അദ്ദേഹം അയാളുടെ മുമ്പിൽ തലകുനിച്ചു. അന്ന് അയാൾക്കൊരു മകനുണ്ടായിരുന്നു. അവൻ അയാളോട് സുമിത്രയെ കല്യാണം കഴിച്ചു തരാൻ ആവശ്യപ്പെട്ടു. അത് അവക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അച്ഛൻ എന്ന നിലയിൽ അയാൾക്കും അത് പറ്റില്ലായിരുന്നു. അതുകൊണ്ടാ മോളെ അയാൾക്ക് വിട്ടുകൊടുക്കുന്നതിന് നല്ലത് കൊല്ലുന്നതാന്ന് അയാൾക്ക് തോന്നിയത്. അയാള് സ്വയം ഭക്ഷണത്തിൽ വിഷം ചേർത്തു. എന്നാൽ അത് അവക്ക് കൊടുക്കാൻ അയാൾക്ക് പറ്റിയില്ല. അയാൾ സ്വയം മരിക്കുകയായിരുന്നു. അവക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിൽക്കുന്നതും അവളുടെ ജീവന് ആപത്താന്ന് മനസ്സിലാക്കി അവള് അവിടെ നിന്നും നാട് വിട്ട് വരുമായിരുന്നു. എപ്പോൾ വേണേലും ആ പ്രമാണിയുടെ മകൻ തന്നെയും കാത്ത് നിൽക്കുന്നുണ്ടെന്ന് അവക്കറിയാമായിരുന്നു. അതിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ അവൾക്കൊരു സുരക്ഷിതമായ സ്ഥലം ആവശ്യമായിരുന്നു. കൂടാതെ അവളെ സംരക്ഷിക്കാൻ ഒരാളെയും. ആനന്ദിന് അവളോടുള്ള സ്നേഹവും കെയറിങ്ങും എല്ലാം കണ്ടപ്പോൾ അവക്ക് തന്നെ സംരക്ഷിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നി. അങ്ങനെയാ അവള് ആനന്ദിനെ ഇഷ്ടപ്പെടുന്നതും കല്യാണം കഴിക്കാൻ അവനോട് ആവശ്യപ്പെട്ടതും. എല്ലാരിൽ നിന്നും സംരക്ഷണം കിട്ടാനാ. എന്നാ അന്ന് രജിസ്റ്റർ ഓഫീസ് വന്ന് അവൻ അവളെ കൊണ്ടുപോയി. എല്ലാം അറിഞ്ഞ് ആനന്ദ് അവളെ അന്വേഷിച്ച് അവിടേക്ക് എത്തുമ്പോൾ അവൻ അവളുമായി വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ ആനന്ദിനത് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. അവൻ അവളെ അവിടെ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു. കൂടെ ഞങ്ങളും ഉണ്ടായിരുന്നു.
ആനന്ദിനെ കുറിച്ച് അവിടെ ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വേഷം മാറേണ്ട ആവശ്യമില്ലായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കുക എന്ന് മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശവും. അതിനുവേണ്ടി ഞങ്ങൾ തന്നെ നേരിട്ട് അവിടേക്ക് ചെന്നു. ഒരുപാട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അവളെ നമുക്ക് അവിടെ നിന്ന് പുറത്ത് ചാടിക്കാൻ കഴിഞ്ഞു. ഒന്നിച്ച് ആനന്ദിൻ്റെ കൂടെ നമ്മൾ അവളെയും കൂട്ടി വേറൊരു സ്ഥലത്തേക്ക് യാത്രയായി. ഇവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങുന്നത്. ആരുടെയും ശല്യം ഇല്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയതായിരുന്നു. എന്നാൽ എല്ലാം വെറുതെ ആയിരുന്നു. അമ്മ എന്താ സംഭവിച്ചതിന് ശേഷം? അവരൊക്കെ ഇപ്പോ എങ്ങനെയാ? എല്ലാം ഞങ്ങളെ വിചാരിച്ച പോലെ ആയിരിക്കില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു അത്. ഞാനും അശോകും സുമിത്രയും ആനന്ദും ഞങ്ങൾ 4 പേര് നല്ല സന്തോഷത്തിലായിരുന്നു. ഞാനും അശോകും ഒന്നിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിനുശേഷം ഞാനും അശോകും അവരുടെ കൂടെ തന്നെ അവിടെ ജീവിക്കാൻ തീരുമാനിച്ചു. അശോകാണെങ്കിൽ നാട്ടിലേക്ക് ഇടയ്ക്കൊക്കെ വന്നു പോകും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അനന്യയുടെ കല്യാണം കഴിഞ്ഞു എന്ന്. അച്ഛൻ്റെ വാശിയായിരുന്നു അത്രേ. അവിടെ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. അപ്പോഴേക്ക് മാളവും ചന്തുവും വരുണും എല്ലാവരും ജനിച്ചായിരുന്നു. എന്നാൽ സുമിത്രയുടെയും ആനന്ദിൻ്റെയും കാര്യത്തിൽ അവർക്ക് കുട്ടികളൊന്നും ആയില്ല. ഭയങ്കര സങ്കടത്തിലായിരുന്നു അന്ന്. എല്ലാ ദൈവങ്ങളെയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. എന്നിട്ടും അങ്ങനെ വീണ്ടും 3 വർഷം കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം അവർക്ക് 2 സന്തോഷ വാർത്തകൾ അറിയാൻ കഴിഞ്ഞു. അശോകിനും ആനന്ദിനും ജോലി ശരിയായി. കൂടാതെ സുമിത്ര പ്രഗ്നൻ്റ് ആണെന്നും അറിഞ്ഞു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അവരൊരുപാട് സന്തോഷിച്ചു. ഞങ്ങൾ ഒന്നിച്ച് സന്തോഷമായി ജീവിക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 5-6 വർഷം കഴിഞ്ഞു. ആ ടൈമിൽ മാളുവിന് ഒരു 8 വയസ്സായി കാണും. മീനുന് ആണേ ഒരു 4-5. മാള് സ്കൂളിൽ പോകുന്നത് കണ്ടിട്ട് മീനുന് എപ്പോഴും ആശയായിരുന്നു അവളോടൊപ്പം പോവാൻ. അതുകൊണ്ട് അവളെ വെറുതെ അവളുടെ കൂടെ സ്കൂളിലേക്ക് അയക്കുമായിരുന്നു. അങ്ങനെ മീനുന് പുതിയൊരു കൂട്ടുകാരിയും കിട്ടി. പക്ഷേ അവളെപ്പോഴും മീനിൻ്റെ അടുത്ത് വന്ന് ഓരോ പരിഭവങ്ങൾ പറഞ്ഞ് കരയുമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മീനു അവളുടെ അച്ഛനോടും അമ്മയോടും പറയും. അങ്ങനെ മീനിൻ്റെ വിഷമം കേട്ട് ആനന്ദ് ആ കുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടു. അവരുമായി സംസാരിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അറിയാൻ പറ്റിയത്. അവർ താമസിക്കുന്ന സ്ഥലമായിട്ട് എന്തോ പ്രോബ്ലം. ആനന്ദാണേ അന്ന് വില്ലേജ് ഓഫീസറായിരുന്നു അവിടുത്തെ. സോ അവനത് ഈസിയായി നേരിടാൻ പറ്റുമായിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മനസ്സിലായി. ആനന്ദ് അത് പരിഹരിക്കാൻ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അശോക് എന്നോടും കുട്ടികളോടായിട്ട് നാട്ടിലോട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. എന്തിനാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എന്തെങ്കിലും ആവശ്യം കാണുമെന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചു. ഞാനങ്ങനെ മീനുനെയും മാളിനെയും എൻ്റെ കൂടെ കൂട്ടി നാട്ടിലേക്ക് വന്നു. മീനുനും മാളിനും പിരിയാൻ പറ്റാത്തതുകൊണ്ടാണ് അവരെ ഒന്നിച്ചു കൂട്ടിയത്. എന്നാൽ അതായിരുന്നു ഞാൻ അവസാനം അശോകിനെയും ആനന്ദിനെയും സുമിത്രയും കണ്ടത്. അന്ന് അവിടെ എന്തൊക്കെയോ സംഭവിച്ചു. എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അവരുടെ മരണ വാർത്തയായിരുന്നു. അശോക് എന്നെ വിട്ടു പോയി. ആനന്ദും സുമിത്രയും എല്ലാവരും. അന്ന് ആനന്ദ് ഇടപെട്ടത് ആ ഒരു ഭൂമിയുടെ പ്രശ്നം അത് മറ്റൊരാൾ കൈവശപ്പെടുത്താൻ ശ്രമിച്ചതായിരുന്നു. ആരാന്ന് അന്വേഷിച്ചപ്പോൾ അത് സുമിത്രയുടെ അച്ഛൻ്റെ ഭൂമി കൈവശപ്പെടുത്തിയ അതേ ആൾ തന്നെയാണെന്ന് മനസ്സിലായി. ആനന്ദ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അങ്ങനെ അന്വേഷിക്കുന്ന ഇടയില സുമിത്ര എവിടെയാണെന്ന് അവർക്ക് അറിഞ്ഞത്. അവളെ അന്വേഷിച്ച് അവർ വീണ്ടും വന്നു. അവരെക്കുറിച്ച് അന്ന് ആനന്ദ് മനസ്സിലാക്കിയിരുന്നു. മറ്റുള്ളവരുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് അവരെന്ന്. കൂടാതെ സുമിത്രയെ കണ്ടാൽ അവർ ഉറപ്പായും അവളെ തന്നിൽ നിന്ന് അകറ്റുമെന്ന് അവന് മനസ്സിലായി. അശോക് ഒരു പോലീസ് ഓഫീസറായിരുന്നു. അവൻ്റെ സഹായത്തോടെ അവരെ തകർക്കാനാണ് ആനന്ദ് ശ്രമിച്ചത്. പക്ഷെ അവർ ആ ദിവസം എല്ലാവരെയും കൊന്നു. രാത്രിയിൽ അശോക് സുമിത്രയെ പോലും വെറുതെ വിട്ടില്ല. അത്രയ്ക്കും ക്രൂരന്മാരാ അവര്. എന്നെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ അവനറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജീവനോടെ ഉള്ളത്. അന്ന് അറിയുമായിരുന്നേ അവർ എന്തായാലും നമ്മളെയും തേടി വന്നേനെ. മീനുവിന് ഇടയ്ക്കിടെ അവളുടെ അച്ഛനെയും അമ്മയും ഓർമ്മ വരും. അവൾ പറയും താൻ കാരണം എല്ലാം സംഭവിച്ചതെന്ന്. കാരണം
അവളന്ന് ആ കൂട്ടുകാരെ പരിചയപ്പെട്ടില്ലായിരുന്നേ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല എന്നായിരുന്നു അവളുടെ വിചാരം. പക്ഷെ എല്ലാം എല്ലാം വിധിയായിരുന്നു. എനിക്ക് എനിക്ക് അങ്ങനെ ഓർത്ത് സമാധാനിക്കാനാണ് തോന്നിയത്. ഞാൻ പിന്നീട് അങ്ങോട്ട് പോയതേയില്ല. എനിക്ക് പേടിയായിരുന്നു. ഇനി ആരെയും ബലി കൊടുക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഏട്ടൻ എന്നെ ആശ്വസിപ്പിച്ചത്. പിന്നീട് ഏട്ടൻ്റെ കൂടെയായി എൻ്റെ താമസം. പക്ഷെ ഏട്ടനെ എന്നും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വയം വേറൊരു വീട് അന്വേഷിച്ചതും അവിടെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയതും. പക്ഷെ മാളുവിനെ ഏട്ടൻ്റെ കൂടെ തന്നെ നിർത്തി. ചന്ദനോട് നിങ്ങളൊന്നും പറഞ്ഞില്ല. മീനു ഞങ്ങളുടെ മോള് തന്നെയാന്ന് അവൻ വിചാരിച്ചത്. ഇതൊന്നും ആരും അറിയണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങളിപ്പോൾ വന്നില്ലായിരുന്നേ എനിക്ക് ഇതൊന്നും പറയേണ്ടി വരില്ലായിരുന്നു. മിത്ര, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്ക്. അച്ഛൻ അന്ന് എന്തൊക്കെയാ ചെയ്തതുകൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലേ, അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഒരുപാട് വർഷം കഴിഞ്ഞപ്പോ അച്ഛൻ മനസ്സിലായി അച്ഛൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന്. തന്റെ കൂടെ ആരും ഇല്ലാന്ന് തോന്നിയപ്പോ അച്ഛന് കുറ്റബോധമായിരുന്നു. പിന്നീട് ആനന്ദിനെ അന്വേഷിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ കണ്ടു കിട്ടിയില്ല. എന്നോട് ക്ഷമിക്ക്. ഞങ്ങളൊക്കെ കാരണം നിങ്ങളും എത്രമാത്രം അനുഭവിച്ചു. അതിന് താനെന്തിനാ ക്ഷമ ചോദിക്കുന്നത്? താനൊന്നും ചെയ്തില്ലായിരുന്നല്ലോ. ഇപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? ഇനി ഇതിനെപ്പറ്റി മീനിനോട് ആരും സംസാരിക്കരുത്. അവക്ക് അത് ഇഷ്ടാവില്ല. അവളുടെ മുമ്പിൽ ആരും ഒന്നും പറയരുത്. അവക്കൊന്നും ഓർക്കാൻ ഇഷ്ടമല്ല. അമ്മായി, എന്നോട് ക്ഷമിക്ക്. ഞാനൊന്നും അറിയാതെ എന്നോടൊന്നും തോന്നില്ല. ചന്തു, ഒന്നുമില്ല. എല്ലാം നീയും അറിയണമായിരുന്നു. എൻ്റെ തെറ്റാ ഞാൻ ഒന്നും പറയാത്തത്. എന്നോട് ക്ഷമിക്കും. അമ്മ, മാളൂച്ചി, അമ്മ, ഇവരൊക്കെ എന്താ ഇവിടെ? മോളെ മീനു, ഇവര് നിന്നെ കാണാൻ വന്നതാ.